5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. ആക്ടിവിറ്റി 7. ദി ഗ്രാഫ് ബിലോ ഷോസ് ദി യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ബൈ എ ഹൗസ് ഹോൾഡ് ഓവർ എ 6-month പീരീഡ്. ടെക്സ്റ്റ് ബുക്കിനകത്തും ഈ ഒരു സെയിം കറണ്ട് ബില്ല് വെച്ച ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്, ലാസ്റ്റ് ചാപ്റ്റർ ആണല്ലേ. നോക്കാം, ജനുവരി മുതൽ ജൂൺ വരെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിന് മുന്നേ അത് നോക്കാം നമുക്ക് അല്ലേ. ജനുവരി എത്ര ഉണ്ട് മക്കളെ? എത്ര കറണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്? ബില്ല് എത്ര ഉണ്ട്? യെസ്, ജനുവരി 100, ഫെബ്രുവരി 150, ദെൻ മാർച്ച് 200, ദെൻ ഏപ്രിൽ 250, ചൂടുകാരാണല്ലേ. ദെൻ വേണ്ടേ, മെയ് 200, ദെൻ ജൂൺ മഴ പെയ്തു തണുത്തു 50. അപ്പോൾ എപ്പോൾ ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ഇത്തരത്തിൽ ആ വാല്യൂസ് ഒന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മന്ത് വാസ് ദി മാക്സിമം ഇലക്ട്രിസിറ്റി യൂസ്ഡ്? ഏറ്റവും കൂടുതൽ കറണ്ട് ഉപയോഗിച്ചത് ഏത് മാസത്തിലാണ് ചോദ്യം. ഏറ്റവും കൂടുതൽ എവിടെയാണ്? യെസ്, ദാറ്റ് ഈസ് ഏപ്രിൽ. ഏപ്രിൽ മാസത്തിലാണ് ഏറ്റവും അധികം കറണ്ട് ഉപയോഗിച്ചത്, ഏപ്രിൽ. ദെൻ ഇൻ വിച്ച് മന്ത് വാസ് ഇറ്റ് ഈസ് ദ മിനിമം? ഏറ്റവും കുറവ് ഇലക്ട്രിസിറ്റി ഏറ്റവും കുറവ് എവിടെയാണ്? ജൂൺ മാസത്തിലാണ്, ജൂൺ. ഇൻ വിച്ച് മന്ത് ഡിഡ് ദി സെയിം എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഗെറ്റ് യൂസ്ഡ്? ഒരേപോലെ സെയിം എമൗണ്ട് കറണ്ട് ബില്ല് സെയിം ആയത് ഏതൊക്കെ മാസങ്ങളിലാണ്? ഒരേപോലെ നിൽക്കുന്നത് എവിടെയൊക്കെയാണ്? മാർച്ച് ആൻഡ് മെയ്. ഒരുപോലെ അല്ലേ, 200. മാർച്ച് ആൻഡ് മെയ് ആണ് എന്ത്? സെയിം ഇലക്ട്രിസിറ്റി ബില്ല് വന്നിട്ടുള്ളത്. സോ സി ക്വസ്റ്റ്യൻ്റെ ആൻസർ മാർച്ച് ആൻഡ് മെയ്. ദെൻ ഡി, വാട്ട് വാസ് ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ദി ഫെബ്രുവരി? ഫെബ്രുവരി മാസത്തിൽ എത്രയാണ് കറണ്ട് ബില്ല്? 150. 150 ഈസ് ദി ആൻസർ. ഡി ക്വസ്റ്റ്യൻ 150. ദെൻ ഇ, വാട്ട് വാസ് ദി ഡിഫറൻസ് ഇൻ ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ജാനുവരി ആൻഡ് ജൂൺ? ഡിഫറൻസ്, വ്യത്യാസം. അപ്പം എന്താണ്? മൈനസ് അല്ലേ. ജനുവരി മാസത്തിലും ജൂൺ മാസത്തിലും ഉപയോഗിച്ച കറണ്ട് ബില്ലിൻ്റെ വ്യത്യാസം, ഡിഫറൻസ് എത്രയാണുള്ളത്? ജനുവരിയിൽ എത്രയായിരുന്നു? 100. ദെൻ ജൂണിൽ 50. സോ വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറയുന്നത് 100 മൈനസ് 50 എത്രയാണ്? 50. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ 5 മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ലാസ്റ്റ് ചാപ്റ്റർ തന്നെ ക്വസ്റ്റ്യൻ. നിങ്ങളൊരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ, ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? ഗ്രാഫിനകത്തുള്ള ഈ വാല്യൂസ് എന്ത് ചെയ്യുക എന്ന് എഴുതി നോക്കുക. അതിനുശേഷം കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റീഡ് ചെയ്യുക. മാക്സിമം ആണോ? മാക്സിമം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ, മിനിമം ഏറ്റവും കുറവ്. ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? കുറവ്. ഹയസ്റ്റ് എന്താണ്? കൂടുതൽ. ലീസ്റ്റ് കുറവ്, ഹയസ്റ്റ് കൂടുതൽ. സെയിം എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ളത്, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം. പിന്നെ ഇങ്ങനെയും ചോദിക്കാൻ വേണമെങ്കിൽ ഏറ്റവും കൂടുതലിൻ്റെയും കുറവിൻ്റെയും ഡിഫറൻസ്, ഏറ്റവും ഹയസ്റ്റ് ആയതിൻ്റെയും ലോവസ്റ്റ് ആയ വാല്യൂ നമ്മൾ വ്യത്യാസം. ഇങ്ങനെ അസെൻഡിങ് ഓർഡർ ഒക്കെ എഴുതാൻ, ഡിസെൻഡിങ് ഓർഡർ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട്. അല്ലെങ്കിൽ ടോട്ടൽ ഒരു 6 മാസത്തെ കറണ്ട് ബില്ല് എത്രയാണ്? ടോട്ടൽ ചോദിച്ചാൽ ജനുവരി മുതൽ ജൂൺ വരെയുള്ള കറണ്ട് ബില്ല് എന്ത് ചെയ്യുക? കൂട്ടി നോക്കേണ്ടി വരും. ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഈ ഭാഗത്ത് നിന്ന് വരിക. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യണം. എക്സാം നന്നായിട്ട് ചെയ്താൽ ആക്ടിവിറ്റി 7 ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു.